അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. കിതാബുൽ ഫിഖിന്റെ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുകയും ഓരോ പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ശരിമാർക്ക് നൽകുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ദിവസങ്ങളുടെ നേതാവ് ഞായർ, തിങ്കൾ, വെള്ളി. ഏതാണ് ദിവസങ്ങളുടെ നേതാവ്? ഏതാണ്? വെള്ളിയാഴ്ചയാണ്. രണ്ടാമത്തേത്, ജുമുഅ നിസ്കാരം എത്ര റക്അത്താണ്? 2 ആണോ 3 ആണോ 4 ആണോ? 2 റക്അത്താണ് ജുമുഅ നിസ്കാരം. റവാത്തിബിൽ ശക്തിയായത്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടല്ലോ. റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് എന്ന് പറയുക. ആ റവാത്തിബ് ആകെ 22 റക്അത്തുകളാണുള്ളത്. അതിൽ ശക്തിയായ സുന്നത്ത് എത്ര റക്അത്തായിരുന്നു? 10 റക്അത്തായിരുന്നു. ഇനി നാലാമത്തത്, അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ സുന്നത്താണോ കറാഹത്താണോ ഫർളാണോ? ഫർളാണ്. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ ഫർളാണ്. 5, നജസുകൾ എത്ര വിധമാണ്? 2 വിധമാണോ 3 വിധമാണോ 4 വിധമാണോ? 3 വിധം നജസുകളാണുള്ളത്. മുഗല്ലദ്, മുത്തവസ്സിത്ത്, മുഖഫഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആറാമത്തത്, കുളിയുടെ ഫർളുകൾ എത്രയാണ്? കുളിയുടെ ഫർളുകൾ 2 ആണോ 3 ആണോ 4 ആണോ? 2 ഫർളുകളാണുള്ളത്. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക. ഇങ്ങനെ 2 ഫർളുകളാണ് കുളിക്കുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, തെറ്റുകൾ ശരിയാക്കാം. താഴെയുള്ള ഈ സെന്റൻസുകളിൽ തെറ്റുണ്ട്, അത് നമ്മൾ ശരിയാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, ജുമുഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് മഅ്മൂമ കരുതണം. ഇമാമായി നിസ്കരിക്കുന്നു എന്ന് മഅ്മൂമാണോ കരുതേണ്ടത്? അല്ല, ഇമാമാണ് കരുതേണ്ടത്. അപ്പോൾ ജുമുഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാമ കരുതണം എന്ന് ശരിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ എത്ര കാര്യങ്ങളാണ് നിർബന്ധം? 3 കാര്യങ്ങളാണ് നിർബന്ധം. ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു എന്നും, അതുപോലെ ഫർള് എന്ന് ഏത് നിസ്കാരമാണ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് നിർബന്ധമായും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ് എന്ന് ശരിയാക്കി എഴുതണം. ഇനി മൂന്നാമത്തത്, ഹൈള് നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ കറാഹത്താണ്. ഹൈളു നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല, എന്നാൽ ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അപ്പൊ കറാഹത്ത് എന്നല്ല, പിന്നെ നിർബന്ധമാണ്. ഇനി നാലാമത്തത്, ചുരുങ്ങിയ ഹൈള് അല്പസമയമാണ്. ചുരുങ്ങിയ ഹൈള് അല്പസമയമാണോ? അല്ല, ഒരു ദിവസമാണ് ചുരുങ്ങിയ ഹൈള്. നിഫാസാണ് അല്പസമയം. അപ്പോൾ ചുരുങ്ങിയ ഹൈള് ഒരു ദിവസമാണ്. ഇനി മൂന്നാമത്തത്, വ്യക്തമാക്കാം. എന്താണ് തയമ്മും? തയമ്മും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തയമ്മും എന്നുള്ള പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. വിദ്യാർത്ഥികൾ ഇവിടെ എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തയമ്മും എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഇനി അടുത്തത് രണ്ടാമത്തത്, ഹൈള്. ഹൈള് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അൽ ഉസുലു എന്നുള്ള 6ാമത്തെ പാഠത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഹൈള്, നിഫാസ് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഹൈള് പറയുന്നുണ്ട്, സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. അപ്പോൾ ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. ഇനി മൂന്നാമത്തത്, തുമഇനീനത്ത്. എന്താണ് തുമഇനീനത്ത്? നമ്മൾ നിസ്കാരത്തിന്റെ 14 ഫർളുകൾ പഠിച്ചിരുന്നു. പല പാഠങ്ങളിലായി നിസ്കാരത്തിന്റെ 14 ഫർളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു തുമഇനീനത്ത്. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ അനക്കം അടങ്ങലാണ്. അനക്കം അടങ്ങല്. എവിടെയെല്ലാമാണ് നമ്മൾ അടങ്ങി താമസിക്കേണ്ടത്? റുകൂഇല്, അതുപോലെ ഇഅ്തിദാലില്, 2 സുജൂദുകളില്, 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഇവിടെയെല്ലാം നമ്മളൊന്ന് അനക്കം അടങ്ങണം. ഇതിനാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇസ്തിൻജാ. എന്താണ് ഇസ്തിൻജാ? നമ്മുടെ മുൻദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ പിൻദ്വാരത്തിലൂടെയോ വല്ലതും പുറപ്പെട്ടാൽ നമ്മൾ അവിടെ ശുദ്ധിയാക്കണം, വേണ്ടേ? മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ വല്ലതും പുറപ്പെട്ടാൽ
നമ്മൾ അലിസ്തിൻജാഉ എന്നുള്ള 4ാമത്തെ പാഠം പഠിച്ചിട്ടുണ്ട്. മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറപ്പെട്ടാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2 വീതം എഴുതാം. താഴെയുള്ള കാര്യങ്ങളുടെ 2 ഉദാഹരണങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഒന്ന്, ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്? കുളിക്കുക, അതുപോലെ നഖം മുറിക്കുക. കുറെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എളുപ്പമുള്ള 2 കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഇനി സുന്നത്ത് നിസ്കാരങ്ങൾ, സലാത്തുൻ നഫിൽ എന്നുള്ള പാഠത്തിൽ നമ്മൾ പലതരം സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് അതിന്റെ പേരുകൾ പഠിച്ചിട്ടുണ്ട്. 2 സുന്നത്ത് നിസ്കാരങ്ങളെ പേര് എഴുതുക. നമ്മൾ അതിൽ പഠിച്ച റവാത്തിബ് ഇവിടെ എഴുതാം. അതുപോലെ തറാവീഹ്, ളുഹ, തഹജ്ജുദ്, ഇതെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഇഷ്ടമുള്ള 2 എണ്ണം ഇവിടെ എഴുതാം. ഇനി മൂന്നാമത്തത്, ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണം, വുളു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ തവാഫ് ചെയ്യാൻ പാടില്ല, ഖുർആന് തൊടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക. ഇനി അടുത്തത് കുളിയുടെ സുന്നത്തുകൾ. എന്താണ് കുളിയുടെ സുന്നത്തുകൾ? തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, അതുപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുക. ഇതെല്ലാം കുളിയുടെയും സുന്നത്തിൽപ്പെട്ടതാണ്. വേറെയും കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ വല്ല മോശപ്പെട്ട വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീട്ടണം, കുളിയുടെ മുമ്പ് വുളു എടുക്കുക, കുളി കഴിഞ്ഞ ഉടനെ വുളുവിന് ശേഷമുള്ള ദുആ ചെയ്യുക. ഇതെല്ലാം കുളിയുടെ സുന്നത്തുകളാണ്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഇനി 5ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. 1, വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്? മൂത്രം അത് മുത്തവസ്സിത്തായ നജസാണ്, മീഡിയം ലെവലിൽ ഉള്ള നജസാണ്. അപ്പോൾ ഈ മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായാൽ എങ്ങനെയാണ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത്? അതിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ നമ്മൾ കഴുകണം. അപ്പോൾ വീടിനകത്ത് മൂത്രമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? അതിന്റെ നിറം, മണം, രുചി ഇവ നീങ്ങുന്നത് വരെ കഴുകണം. ഇനി അടുത്തത്, കുളി എന്നാൽ എന്താണ്? കുളിയുടെ ഡെഫിനിഷൻ എന്താണ്? നിയത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളമൊലിപ്പിക്കലാണ് കുളി. നിയത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളമൊലിപ്പിക്കലാണ് കുളി. ഇനി ഫർള് നിസ്കാരത്തിൽ ഖിയാം നിർബന്ധമാണ്. ആർക്ക്? ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കൽ നിർബന്ധമാണ്. ആർക്ക്? നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ്. ഇനി 4ാമത്തത്, സ്വലാത്തിന്റെ ഫർളായ വചനം ഏതാണ്? നമ്മൾ അർക്കാനു സ്വലാത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ തഹിയാത്തിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലണം. അതിന്റെ ഫർളായ വചനം ഏതാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇതാണ് അതിന്റെ ഫർളായ വചനം. ഇനി പൂരിപ്പിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ് ഷൈഇൻ ഖദീർ. നമ്മൾ നിസ്കാര ശേഷമുള്ള ദിക്ർ ദുആകളെ കുറിച്ചൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വിദ്യാർത്ഥികൾ ആ ദിക്റുകളൊക്കെ പഠിക്കണം. ഇനി അവസാനത്തെ ചോദ്യം, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ഡാഷ് അൽ കിതാബ്. നമ്മൾ അർക്കാനു സ്വലാത്തിൽ 4ാമത്തത് എന്താ പറഞ്ഞിരുന്നത്? ഫാത്തിഹ ഓതലായിരുന്നു അല്ലെ? അതിന്റെ ആ ഭാഗത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. അപ്പോൾ ഇതാണ് 4ാം ക്ലാസ്സിലെ ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും ചെയ്യണം. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും, അത് എഴുതാൻ കൂടെ അറിയുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോ നിങ്ങൾ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.